ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈല. ഇന്നത്തെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ലാസ്റ്റ് ഡേ 30 ഡേ. പക്ഷേ നമ്മൾ 30 ഡേയ്സ് ചലഞ്ച് എന്ന് പറഞ്ഞത് കൊണ്ട് ഇത് 30 ഡേ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ഇന്നും നാളെയും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഡയറ്റാണ്. ഓക്കെ, പേര് ഡേ 30 എന്നാണ്. പക്ഷെ ഇന്നും നാളെയും നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഞാൻ പറയുന്ന കാര്യം ഫോളോ ചെയ്യുക. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്താ ചെയ്യേണ്ടെന്നുള്ള വീഡിയോ മറ്റന്നാൾ ഞാൻ പറയും. ഓക്കെ, അപ്പൊ 2 ദിവസം നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ ഫോളോ ചെയ്യണം. സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. നമ്മൾ ചെയ്തതിന് നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഒരു സൂപ്പർ വെയിറ്റ് ലോസ് ഡ്രിങ്കും അതിന്റെ കൂടെ തന്നെ നല്ല സ്കിന്ന് നമ്മൾ സാഗ് ആകാതിരിക്കാനും. ഇന്നലെ തന്നെ നമ്മൾ ലൈവ് വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞില്ലേ സ്കിന്ന് സാഗ് ആകുന്ന പ്രോബ്ലംസ്, അതൊക്കെ ഒരുപാട് പേര് പറഞ്ഞില്ലേ. നമ്മൾ സ്കിന്ന് ഒരുമാതിരി ഫേസ് ഒക്കെ ഒട്ടിപ്പോവുക. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി ഫുഡ് സ്റ്റൈലാണ് ഇന്നും നാളത്തെയും വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതൊരു വെയിറ്റ് ലോസ് ചലഞ്ചാണ്. 30 ഡേയ്സ് വെയിറ്റ് ലോസ് ചലഞ്ച് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഓൾറെഡി 30 ഡേയ്സ് എത്തി. നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ഫസ്റ്റ് ഡേ തൊട്ടുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ചാനലിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. പ്ലേലിസ്റ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് അറിയില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഓപ്പൺ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് എങ്ങനെയാണ് നോക്കുന്നതെന്ന് അറിയെങ്കിൽ താഴെ ഈ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ട് താഴെ ഒരു കുഞ്ഞ് ആരോ മാർക്ക് കാണുന്നുണ്ട്, ഒരു കറുത്ത കളർ മാതിരി. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആകും. അതില് ഒരു ഒട്ടുമിക്ക വീഡിയോസിന്റെ ലിങ്കും അതിലുണ്ടാവും. അതിൽ പ്ലേലിസ്റ്റ് എന്നുള്ള ലിങ്കിൽ വെയിറ്റ് ലോസ് പ്ലേലിസ്റ്റ് എന്ന് കൊടുത്തേക്കും. ആ ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ പ്ലേലിസ്റ്റിലോട്ട് പോകും. അതിൽ ഡേ 1 തൊട്ട് ഡേ 30 വരെയുള്ള എല്ലാ വീഡിയോസും ഉണ്ടാകും. അത് നോക്കി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് വരിക. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നമ്മൾ 30-ാം തീയതി ആയവർക്ക് വേണ്ടിയിട്ട് ഇന്നും നാളെയും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നാളെയും നമ്മൾ ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കഴിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എംപ്റ്റി സ്റ്റൊമക്കിൽ ഈ 2 ദിവസവും കഴിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നമ്മളൊന്നും കഴിക്കുന്നില്ല. ഇത് തന്നെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. മോർണിംഗ് ഡ്രിങ്ക്. എഴുന്നേറ്റ ഉടനെ പല്ല് വൃത്തിയാക്കുന്ന കാര്യം മറക്കരുത്. പൽപ്പൊടിയിൽ തന്നെ വൃത്തിയാക്കുക. ഉപ്പും മഞ്ഞളും ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. നല്ലപോലെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഓയിൽ പുള്ളിങ് ചെയ്യുക. ഓയിൽ പുള്ളിങ് ചെയ്ത് വായൊക്കെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഈ ഡ്രിങ്ക് കുടിക്കുക. രാവിലെ തൊട്ട് ഏകദേശം ഒരു 12 മണി വരെയും നിങ്ങൾ ഈ ഡ്രിങ്ക് കുടിക്കാനായിട്ട് സമയം എടുക്കണം. അതായത് വായിൽ വെച്ച് നല്ലപോലെ കൊപ്പിളിച്ച് വേണം ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട്. അത്രയും സമയവും നിങ്ങൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ നിൽക്കണം. രാവിലെ എഴുന്നേൽക്കുന്നിടം തൊട്ട് നമുക്ക് അടുത്ത ഒരു വിശപ്പ് ഉണ്ടാകുന്നത് വരെ, അതായത് ഉച്ചയോടടുത്ത് നമുക്ക് വിശപ്പ് ഉണ്ടാകുന്നത് വരെ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് വേണം കുടിക്കാനായിട്ട്. ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം എടുക്കാം. ഇളം ചൂടുവെള്ളം എടുക്കാം. 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ഹാഫ് ലെമൺ നല്ലപോലെ പിഴിഞ്ഞൊഴിക്കുക. അതിൽ 1 സ്പൂൺ തേൻ ഒഴിക്കുക. അതിനുശേഷം ഒരു ശകലം ഇഞ്ചി നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് അതിലിട്ടേക്കുക. ഇഞ്ചി നീരല്ല, ഇഞ്ചി നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് അതിലിടുക. കുറച്ചു നേരം അടച്ചു വെച്ചേക്കുക. നല്ല ഒരു വലിയ ഗ്ലാസ്, അതായത് ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഉണ്ടായിരിക്കണം. ആ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഉച്ചവരെ കുടിക്കുക. അത് നല്ലപോലെ വായിൽ വെച്ച് കൊപ്പിളിച്ച് കുടിക്കാം. അപ്പൊ നമുക്ക് ഡൗട്ട് വരും, ഡയബറ്റിക് പേഷ്യൻസിന് തേൻ കഴിക്കാമോ എന്ന്. തേൻ ഡയബറ്റിക് പേഷ്യൻസ് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. തേൻ ധാരാളമായിട്ട് കഴിക്കാം. നമ്മുടെ തേന് നമ്മുടെ വായിൽ വെച്ചിട്ട് ഒറ്റയടിക്ക് നമ്മൾ വിഴുങ്ങുമ്പോഴാണ് അത് നമുക്ക് പ്രോബ്ലം ആകുന്നത്. തേൻ നമ്മുടെ വായിൽ വെച്ച് ഉമിനീരുമായിട്ട് കലർന്ന് അത് നല്ല ഗ്ലൂക്കോസ് ആയിട്ട് മാറി ശരീരത്തിനകത്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തേൻ ഒരു ഡയബറ്റിക് പ്രോബ്ലം ഉണ്ടാകത്തില്ല. എന്ത് ഡയബറ്റിക് പ്രോബ്ലം ഉള്ളവർക്കും ഈ ഒരു ഡ്രിങ്ക് കഴിക്കാം. അതിനകത്ത് നിങ്ങൾ പേടിക്കേണ്ട. ധൈര്യമായിട്ട് എന്നെ വിശ്വാസമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് കഴിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം വരില്ല. നിങ്ങൾ തേൻ കഴിക്കുന്നതിലും പ്രോബ്ലം ഇല്ല. തേൻ കഴിക്കുന്നത് വായിൽ വെച്ച് വിഴുങ്ങാതിരിക്കുക. വായിൽ വെച്ച് ഇതുപോലെ രസിച്ച് കഴിക്കുക കേട്ടോ. അപ്പൊ നല്ലപോലെ രുചിച്ച് കഴിക്കുമ്പോഴാണ് അത് വായിൽ വെച്ച് അതിന്റെ പാതി ജോലിയും കഴിയും. പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോൾ അത് എങ്ങും പോയി അടിയത്തില്ല. നിങ്ങൾക്ക് ഷുഗറിന്റെ പ്രോബ്ലംസ് ഒന്നും വരത്തില്ല. ഈ ഒരു വെള്ളം കുടിക്കുക. എല്ലാവരും എന്റെ ഡയറ്റ് ഫോളോ ചെയ്യുന്ന 30-ാമത്തെ ദിവസം എത്തി എല്ലാവരും 30-ാമത്തെയും 31-ാമത്തെയും ദിവസം ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഈ ഒരു വെള്ളം ഉണ്ടാക്കി ചെയ്യുക. മനസ്സിലാകാത്തവർ ഒന്നും കൂടെ കേട്ടിട്ട് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. വെള്ളം ചൂടാക്കണോ തിളപ്പിക്കണോ ഒന്നും വേണ്ട. ചൂടായ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. വാം വാട്ടർ ആണ് എടുക്കുന്നത്. ഈ വാം വാട്ടറിലാണ് ഹണി ഒഴിക്കുന്നത്. ചൂടുവെള്ളത്തിലാണ്, തിളച്ച വെള്ളത്തിലാണ് ഹണി ഒഴിച്ചുകൂടാത്തത്. വാം വാട്ടറിൽ ഹണി ഒഴിക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. അതായത് ഇളം ചൂട് വെള്ളം.
ചൂടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയോ എന്ന് വെച്ചാൽ ഇല്ല. അങ്ങനത്തെ ഒരു രീതിയിലുള്ള വെള്ളം, അതാണ് വാം ആയിട്ടുള്ള വാട്ടർ. അപ്പോൾ അതിൽ തേൻ ഒഴിക്കുന്നത് കൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല, ധൈര്യമായിട്ട് ഒഴിച്ച് കുടിക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചവരെയുള്ള സംഭവങ്ങൾ കഴിഞ്ഞു. ഇന്നും നാളെയും ഇത് വേണം ഫോളോ ചെയ്യാനായിട്ട്. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫുഡ് കഴിക്കാം. അതായത് വെജിറ്റബിൾ ഫുഡ്, നോൺ വെജ് അല്ല, വെജിറ്റബിൾ. ഞാനൊരു ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് മീൻസ് ഞാൻ പറയുന്നത് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ സൂചി ഗോതമ്പ്, ചീരയും. റൈസും ചീരയും മാത്രം, കറികളൊന്നും വേണ്ട. റൈസും ചീരയും നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കുക, ചവച്ചരച്ച് കഴിക്കുക. ഇതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ചീര ഉണ്ടാക്കുന്ന രീതി ചീര ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നോക്കി അതേപോലെ ചീര ഉണ്ടാക്കി എടുക്കാം. ചീര ഒരിക്കലും നമ്മൾ ഒരുപാട് വേവിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നമ്മുടെ മറ്റേ ചാനലിലാണ്. അപ്പൊ അത് നോക്കി നിങ്ങൾ അതേപോലെ ചീര ഉണ്ടാക്കിയിട്ട് ഈ റൈസും ചീരയും കൂടെ ഒന്നിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിക്കാം. അത് മാത്രം മതി, നോ സൈഡ് ഡിഷ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ തേങ്ങാപ്പാലുള്ള സാലഡില്ലേ, അത് അങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കുമ്പോൾ ചിലവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ തൈര് കൊണ്ടുള്ള അല്ലെങ്കിൽ മോര് കൊണ്ടുള്ള ഒരു സാലഡ് ഉണ്ടാക്കിയിട്ട് അതും ഇതിന്റെ കൂടെ കഴിക്കാം, തെറ്റില്ല. അധികം ആവരുത്, വളരെ ലിമിറ്റായിട്ട് ഫുഡ് കഴിക്കാം. കഴിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ പാതി വയറ് കാലിയാക്കി ഇട്ടിട്ട് കഴിക്കാം. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ നമ്മൾ രാവിലെ ഇത് കുടിക്കുമ്പോൾ ഇടയിൽ നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കേണ്ട, ഉച്ച വരെ ആ വെള്ളം തന്നെ കുടിക്കാം. ഇടയിൽ നോർമൽ വാട്ടർ കുടിക്കുന്നത് കൊണ്ട് തെറ്റില്ല, നോർമൽ ആയിട്ടുള്ള വെള്ളം കുടിക്കാം കേട്ടോ. അപ്പൊ ഉച്ചയ്ക്കുള്ള ആഹാരവും കഴിഞ്ഞു, കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഉച്ച കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ടീ കുടിക്കാം. നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് വേണമെങ്കിൽ ചെറിയ പഴം, ചെറു പഴങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം. വളരെ ചെറിയ പഴം, റോബസ്റ്റ, അതൊക്കെ കഴിക്കാം. പക്ഷെ ഏത്തപ്പഴം ഒന്നും നിങ്ങൾ വെച്ചാൽ കഴിക്കരുത്. പഴത്തിന്റെ അളവും വളരെ കുറവായിരിക്കണം. 1 or 2 പഴം കഴിക്കാം. അതിനുശേഷം രാത്രി, ഇന്നും നാളെയും നിങ്ങൾ രാത്രി കഴിക്കേണ്ട സംഭവം എന്ന് പറയുന്നത് ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ. നമ്മൾ ABC എന്ന് പറയില്ലേ, അതിന്റെ വേറൊരു ഫോമാണ് ഞാൻ പറയാൻ പോകുന്നത്. ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ, ഇത് മൂന്നും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാം. ബീട്രൂട്ട് എത്ര എടുക്കുന്നോ അത്രയും മാത്രം ക്യാരറ്റ്, അത്രയും മാത്രം ആപ്പിൾ. ആ ഒരളവിൽ ബീട്രൂട്ട്, ആപ്പിൾ, ക്യാരറ്റ് എടുക്കാം. കഴിക്കാൻ പറ്റുന്ന അളവിൽ എടുക്കുക. ഞാൻ കഴിക്കുന്ന രീതി പറയാം, അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക കഴിക്കാൻ എന്തളവാണ് വേണ്ടത്, അതിനുശേഷം എടുക്കാം. ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിൾ ഒരേ രീതിയിൽ എടുക്കാം. അതിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി നല്ലപോലെ അതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സിയിൽ നല്ല രീതിയിൽ പേസ്റ്റ്, ലൈക്ക് എ സ്മൂത്തി പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം അതിൽ കുറച്ച് പനങ്കൽക്കണ്ടോ കരിപ്പട്ടിയോ ഇടുക. ഒരു സ്പൂൺ തേങ്ങ അതിലിടുക. നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് കഴിക്കണം. നോ വാട്ടർ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. അത് കഴിക്കുകയാണ് ചെയ്യേണ്ടത്. സ്കിന്നിന് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എത്ര എന്താ പറയുന്നത്, നിങ്ങൾക്ക് സ്കിൻ എത്ര ഡള്ളായിട്ടിരിക്കുന്നവർക്കും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ കിട്ടും ഇതുപോലെ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ. ഞാൻ ഈ പറയുന്നത് പോലെ കഴിക്കണം, രാത്രി കഴിക്കുക. ഓക്കെ, അതായത് 6 മണിക്ക് ശേഷം നോ ഫുഡ്. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. 6 മണിക്ക് ശേഷം ഈവനിങ് കഴിക്കുന്ന ഫുഡിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ഉണ്ടാക്കി ചെറിയൊരു സ്പൂണിലെടുത്ത് വളരെ രസിച്ച് കഴിക്കുക. തേൻ ഉപയോഗിച്ച് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ പനങ്കൽക്കണ്ട്, നിങ്ങളുടെ ഓപ്ഷനാണ്. തേന്, പനങ്കൽക്കണ്ട്, അല്ലെങ്കിൽ കോക്കനട്ട് ഷുഗർ ഉപയോഗിക്കാം, കരിപ്പട്ടി ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സംഭവം നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം കഴിക്കാം. ഓക്കെ, മധുരം ഇഷ്ടമല്ലെങ്കിൽ മധുരം അവോയ്ഡ് ചെയ്യാം. എരി വേണ്ട. മധുരം ഇഷ്ടമല്ലെങ്കിൽ മധുരം അവോയ്ഡ് ചെയ്യാം. നല്ലപോലെ കഴിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ഡിഷ്. ഇന്നും നാളെയും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നാളെ കഴിഞ്ഞ് എന്താ ഫോളോ ചെയ്യേണ്ടതുള്ളത് ഞാൻ പറയാം. നമ്മൾ 30 ദിവസത്തിൽ നിങ്ങൾ നിർത്തിയിട്ട് പോകരുത്. നമ്മൾ വെയിറ്റ് ഒക്കെ ശരീരത്തിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുവരുവാണ്. അതിന് കുറച്ചും കൂടെ സമയം എനിക്ക് തരിക. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. പറയേണ്ട കാര്യങ്ങളുടെ ഗൈഡൻസ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നാളെ നാളത്തെ സ്കിൻ കെയർ ചലഞ്ചോ അങ്ങനെ എന്തെങ്കിലും അത് നാളത്തെ ഇൻഫർമേഷനിൽ ഞാൻ പറയാം. നാളെ നമുക്ക് ഡെയിലി വീഡിയോസ് ഉണ്ടാവും കേട്ടോ. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട, ഡെയിലി വീഡിയോസ് ഉണ്ടാവും. വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും ലൈക്ക് കൊടുക്കുക. ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും പുതിയതായിട്ട് ആലോചിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടുക, അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലൈവ് വീഡിയോയിലൊക്കെ വന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സന്തോഷം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഒരുപാട് ഇടുന്നതായിരിക്കും. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.